ഹലോ ഗൈസ്, ഞാൻ സൂപ്പർ സിമി എന്ന ചാനലിലാണ്. നമുക്കിന്ന് ബീൻസ് എങ്ങനെ ഉലർത്താമെന്ന് നോക്കാം. വരൂ കൂട്ടുകാരെ. അതിനു മുമ്പായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, മറക്കാതെ ചെയ്യണം എല്ലാവരും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് എന്നെ എനിക്ക് ഓരോ ഇതിലും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വരൂ കൂട്ടുകാരെ, നമുക്ക് ബീൻസ് ഉലർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബീൻസ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ബീൻസാണിത്. ഇത് ഞാൻ നന്നാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യം ചെയ്യാം. നമുക്ക് ബീൻസ് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാൻ കഴുകിയ ശേഷമാണ് ഇതൊക്കെ അരിയണത് കേട്ടോ. ബീൻസ് അരിഞ്ഞ് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, പച്ചമുളക്, വേപ്പിലയൊക്കെ എടുക്കാം. ബീൻസ് താളിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, വേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം. ഒരു സ്പൂണാണ് ഇട്ടത്. ഇനി നമുക്ക് പീരിയിട്ടു. പീരിയിട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ഒരു മീഡിയം മൂപ്പ്. ഇനി നമുക്കിതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം.
ഇതങ്ങനെ നേര് തീയിൽ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നേര് തീയിലിരുന്ന് പതുക്കെ പതുക്കെ വേവട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പം ചട്ടിയുടെ അടിക്ക് പിടിക്കുകയുമില്ല. ഇത് കുറച്ച് സോഫ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു മണവും ഉണ്ടാവും കറിക്ക്. ഇനി ഇതിനെ തട്ടിപ്പൊത്തി നേര് തീയിലിരുന്ന് വെന്തോട്ടെ. കുറച്ചും കൂടി വേവാനുണ്ട്. ഒന്നും കൂടി ആയിക്കോട്ടെ. നന്നായിട്ട് തട്ടിപ്പൊത്തി ഇളക്കി നന്നായി തട്ടിപ്പൊത്തി വേവിക്കും. കുറച്ചും കൂടി വേവാനുണ്ട്. കണ്ടോ, ഇത് ഇപ്പം ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം.